ഹായ് മക്കളെ, വെക്കേഷനൊക്കെ ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും നിങ്ങളെല്ലാവരും. ആ വെക്കേഷൻ എല്ലാം എൻജോയ് ചെയ്യുന്ന സമയത്തും ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു പേടി ഇങ്ങനെ വരുന്നുണ്ടാവും. പ്രധാനമായിട്ടും നമ്മൾ പല വീടുകളിലേക്ക് പോകുന്ന സമയത്തും നമ്മുടെ ഫാമിലി വീടുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇത് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് 10ാം ക്ലാസ്സിലാണ്. അത് കേട്ടാൽ അടുത്തൊരു ചോദ്യം വരാനുണ്ട്, ഫുൾ A+-നാണല്ലേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പേടി എങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണുള്ളത്. അങ്ങനെയുള്ള മക്കളോടാണ് എനിക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് SLC എന്ന് പറയുന്നത്. അത് ഒരു കാരണവശാലും നമുക്ക് മാറ്റി പറയാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് എന്ത് പഠിക്കണം, ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നെല്ലാം തന്നെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ SLC തന്നെയാണ്. അതിലെല്ലാം അപ്പുറമായിട്ട് നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ നാട്ടുകാരായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, ഇവരെല്ലാവരും അന്വേഷിക്കുന്ന ഒരു റിസൾട്ടാണ് SLC. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നു മുതൽ, നമ്മൾ ഈ ഒരു 10ാം ക്ലാസ്സിലേക്ക് കയറിയത് മുതൽ നമ്മളെക്കുറിച്ച് നമ്മുടെ കുടുംബം മാത്രമല്ല മറ്റെല്ലാവരും തന്നെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പഠിച്ചാൽ, ഇപ്പോൾ 9ാം ക്ലാസ് വരെ പഠിച്ച ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോടാ A+ കിട്ടുമെന്നുള്ളത്? ആലോചനയിലായിരിക്കും അല്ലേ? പല ആളുകളും ഇപ്പൊ മനസ്സിന്റെ ഉള്ളിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരിക്കുക, സാറേ എനിക്ക് ഉറപ്പാ ഇങ്ങനെ പഠിച്ചാൽ കിട്ടില്ല എന്നുള്ളത്. അപ്പോഴോ ഇനി എന്ത് നമ്മൾ ചെയ്യും? നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഇതാ ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് വെക്കേഷന്റെ ഏറ്റവും അവസാന സമയത്തിലേക്ക് നമ്മൾ എത്തുക. മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവും, സാറേ 1 മാസം കൂടെ വെക്കേഷൻ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. വെക്കേഷൻ മക്കളെ നിങ്ങളുടെ മുമ്പിൽ 1 മാസം കൂടെ ഒന്നുമില്ല. കാരണം സ്കൂളിലെ ക്ലാസ്സുകളെല്ലാം ഉടനടി തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ എത്തി. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ മുമ്പിൽ വെക്കേഷൻ എന്ന് പറയുന്ന ദിവസങ്ങൾ വളരെ തുച്ഛമാണ്. ആ ദിവസങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. കാരണം ഇനിയുള്ള 1 വർഷം നമ്മൾ കഷ്ടപ്പെടുക തന്നെ ചെയ്യണം. അല്ലാതെ പഴയ രീതിയിൽ പരീക്ഷയുടെ ഏറ്റവും തലേ ദിവസം നമ്മൾ പുസ്തകം എടുത്ത് വായിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാടാ മക്കളെ A+ ഒന്നും കിട്ടില്ല. ഏറ്റവും അവസാന സമയത്ത് നമ്മൾ കരയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ മക്കൾക്ക് ഒരു കാരണവശാലും ഉണ്ടാവരുത്. നിങ്ങൾ ഇപ്പോഴേ പുസ്തകത്തിന് മുന്നിലേക്ക് ഇരുന്നിരിക്കണം. ഇപ്പോഴേ 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പോഴേ വൃത്തിയിൽ നോട്ടുകൾ എഴുതിയിരിക്കണം. നമ്മുടെ എല്ലാ നോട്ടുകളുടെയൊക്കെ അവസ്ഥ എന്താ ഉണ്ടാവാറുള്ളത്? ഫസ്റ്റിലെ ചാപ്റ്റർ പെർഫെക്റ്റ് ആയിരിക്കും. ഫസ്റ്റിലെ ചാപ്റ്ററിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ എഴുതും. പിന്നീടുള്ള ഓരോ പേജുകളിലും ചില ടീച്ചേഴ്സ് നമുക്ക് ഹോംവർക്ക് തരും. ഹോംവർക്ക് തന്ന പേജെല്ലാം നമ്മൾ വൃത്തിയെ സൂക്ഷിക്കുന്ന മക്കളായതുകൊണ്ട് തന്നെ ആ വൃത്തി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. അതിനൊന്നും ഫില്ലാക്കൂല. പിന്നീട് കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത് നോട്ട്ബുക്ക് എവിടെ, ടെക്സ്റ്റ് ബുക്ക് എവിടെ, ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് എല്ലാം നമ്മൾ എത്തും. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊരു കാരണവശാലും ഉണ്ടാവരുത്. നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു തുടങ്ങുന്ന ഓരോ കാര്യങ്ങളും ലൈഫിൽ കണ്ടിന്യൂസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയിരിക്കണം. നമ്മുടെ 10ാം ക്ലാസ് കഴിയുന്നത് വരെ നമ്മൾ ഓരോ ദിവസവും പഠിക്കാനുള്ള സമയം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അല്ലാതെ പഠിക്കുന്ന സമയം ഇന്ന് പഠിക്കണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് പഠിക്കാം, നാളെ പഠിക്കാം, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ ഒഴിവാക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്ത വർഷം നിങ്ങളുടെ SLC റിസൾട്ട് വരുന്ന ഒരു സമയമുണ്ട് എന്നുള്ളത് തന്നെയാണ്. SLC റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവരും തന്നെ വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങാണ്, കൂട്ടുകാരുടെ അടുത്തേക്ക് ഇറങ്ങാണ്, അവിടെയെല്ലാം നിങ്ങളുടെ റിസൾട്ട് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നമുക്ക് തല ഉയർത്തി നിൽക്കണം. നമ്മുടെ കുടുംബക്കാർ നമുക്ക് വിളിച്ചിട്ട് ചോദിക്കുന്ന സമയമുണ്ടല്ലോ, എത്ര A+ ഉണ്ട് എന്ന് ചോദിക്കുന്ന സമയം നമുക്ക് സന്തോഷത്തോടു കൂടെ ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റണം, എനിക്ക് ഫുൾ A+ ആണ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ അടുത്ത കൊല്ലം നിങ്ങൾ +1 അഡ്മിഷന് വേണ്ടിയിട്ട് ആരുടെ അടുത്തേക്കും ഒരു റെക്കമെൻഡേഷന് വേണ്ടി പോവാതെ ഫുൾ A+ കിട്ടിയ മക്കൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ സീറ്റ് കിട്ടുന്ന മക്കളായിട്ട് നിങ്ങൾ മാറണമെങ്കിൽ ഉടനടി പഠിച്ചു തുടങ്ങണം. ഇപ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാറ് പഠിക്കണം 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 എന്നൊക്കെ സാറ് പറയുന്നു. സാറേ ഞങ്ങൾ എങ്ങനെ പഠിക്കും? ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലല്ലോ സാറേ. ഞങ്ങൾ 9th കഴിഞ്ഞ് 10th എത്തിയോ എന്നുള്ള റിസൾട്ട് പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ സാറേ. പിന്നെ സാർ എങ്ങനെയാ പറയുന്നത് പഠിക്കണം പഠിക്കണം എന്നുള്ളത്? മക്കളെ, അതിനാണ് മക്കളെ നമ്മുടെ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചസ് എന്ന് പറയുന്നത്. അസ്ത്രയിലെ ക്ലാസ്സുകൾ ഇതാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ബേസിക് ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇപ്പോൾ ചാപ്റ്റേഴ്സുകൾ, നമ്മുടെ 1ാമത്തെ ചാപ്റ്റേഴ്സിൽ തുടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു.
നമുക്ക് വേഗം തന്നെ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. സ്കൂളിലെ അക്കാദമിക്കിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഫസ്റ്റ് ടേമിനേഷനുള്ള പോർഷനുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ അവിടേക്ക് എത്തേണ്ടത്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. നമ്മൾ പുതിയ മക്കളായിട്ട് 9ാം ക്ലാസ് വരെ ഉണ്ടായിരുന്ന രീതിയിലല്ല, പുതിയ മക്കളായിട്ട് നമ്മൾ അവിടെ കയറി ചെല്ലും. അതോടുകൂടെ നമ്മൾ ഒരു പുതിയ അക്കാദമിക് ഇയർ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ അക്കാദമിക് ഇയർ നിങ്ങൾക്ക് സന്തോഷമുള്ളതായിരിക്കട്ടെ, ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ സന്തോഷമുള്ള ഒരു അക്കാദമിക് ഇയർ ആയിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫുൾ A+ വാങ്ങണം. അത് ഒരു കാരണവശാലും മക്കൾ മറന്നു പോകരുത്. നമ്മുടെ കുടുംബമായിക്കോട്ടെ, അയൽവാസികളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ സന്തോഷത്തോടു കൂടെ നമ്മൾക്ക്, നമ്മുടെ രക്ഷിതാക്കൾക്ക് വിളിച്ചു പറയാൻ പറ്റണം, എൻ്റെ മകന് ഫുൾ A+ ആണ്, എൻ്റെ മകൾക്ക് ഫുൾ A+ ആണ്, എനിക്ക് ഫുൾ A+ ആണെന്നുള്ളത്. അതുകൊണ്ട് ആ ഫുൾ A+ലേക്ക് ഉള്ള യാത്ര നമ്മളിതാ ഇന്ന് തന്നെ തുടങ്ങാം. അസ്ട്രാ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് മക്കളെ ഒരുമിച്ച് പഠിക്കാം. ഏറ്റവും അവസാനത്തെ സന്തോഷം നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഐ ബി വൈൻഡ് അപ്പ് ഹിയർ.